പിന്നെ ടോം ആര്യങ്കല അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികനാണ്. പുള്ളി പൊങ്ങ മാർസവ ചർച്ച് ഇടവകയിൽ വന്നപ്പോൾ പുള്ളിക്ക് ഇവിടുത്തെ ജലാശയങ്ങളൊക്കെ മോശമായിട്ട് കിടക്കുന്നത് കണ്ടപ്പം പുള്ളി അച്ഛൻ ഒരു കാര്യം ചെയ്തു. അപ്പം നമ്മുടെ ഇതിൻ്റെ കുറേ നീളങ്ങൾ ഈ എല്ലാ പൊസിഷനും വരെ ഒരു 40,000-40,000 50,000 മുടക്കി തോട് വൃത്തിയാക്കി നമ്മൾ പുളിക്കക്കാവ് ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ താമരയുണ്ടായിരുന്നു. ആ താമര പോയി അവിടുന്ന് പറിച്ച്, താമര എന്ന് പറഞ്ഞാൽ അടിയിലാണ് വേര് പോകുന്നത്. അത് മുങ്ങാങ്കുഴി ഇട്ട് ആ വേര് പറിച്ച് നമ്മളിവിടെ കൊണ്ട് നടുകയും അത് കുറേ നാൾ ഇപ്പം ഒരു 4-5 വർഷം ഇവിടെ കമ്പൽസറി ഇതുണ്ട്. അച്ഛൻ പോയിട്ടും അടുത്ത അച്ഛൻ വന്നപ്പോഴും അടുത്ത അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോർജ് വെള്ളാനിക്ക് അച്ഛനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അച്ഛൻ വന്നപ്പോഴും അത് സംരക്ഷിക്കാനുള്ള അച്ഛൻ ഇടവക്കാരോട് പറയുകയും അതിനുള്ള വേണ്ട നിർദ്ദേശങ്ങളും പൈസകളും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ താമര പറിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, അതിൻ്റെ വേരുകൾ പറിച്ചു പോകുന്നവരുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് വളർത്താനുള്ള ശ്രമം എടുക്കുന്നുണ്ട്. അതൊക്കെ വളരുന്നുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഇത് പരിചരിക്കുന്നുണ്ട്, എത്ര നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്. താമര ഇപ്പോഴും നിലനിന്ന് പോകുന്ന മുന്നിലെന്ന് വിചാരിച്ചതിനെ ഒരു ചിങ്ങമാസത്തിൽ ഇവിടെ നമ്മളെ ഇവിടെ ആദരിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ കൃഷിഭവൻ ഈ നല്ല താമരത്തോട്ടം വളർത്തിയതിന്. ഒരു കനാലി ഒരു താമരത്തോട്ടം പഠിച്ചിട്ട് ചില്ലറ കാര്യമാണ് അല്ല. അപ്പോൾ മുന്നേ ഒരു പള്ളിക്ക് ഒരു നല്ല ഭംഗിയായിട്ടായിരിക്കും നേരെ ബാധിക്കുക. പള്ളി ഒരു ശകലം പോള കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കാനുള്ള ശ്രമമുണ്ട്. കുറേ ദൂരം ഉണ്ടായിരുന്നു, അതിപ്പം പോളവാരി നിൽക്കുന്നതാണ്. അതിൻ്റെ എല്ലാവരുടെയും കൂട്ടായ്മ, നമ്മൾ മാത്രമല്ല, ഇടവക്കാരുടെ എല്ലാം കൂട്ടായ്മ. ഈ പള്ളിയുടെ പൊങ്ങാപ്പള്ളിയുടെ ഒരു കൂട്ടായ്മയാണിത്. അതിൽ 5-6 പേര് അതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത് ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ വൈദ്യർ വരുമ്പോൾ അവരുടെ ആ അഭിരുചി ഒക്കെ ഞങ്ങളിലോട് പകർന്നു തരികയും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ താമരക്കുളം ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. കുറച്ച് ഈ ഒരു ഏരിയ വേറെ ഉണ്ട് ഇങ്ങനെ? ഇല്ല, ഇവിടെ ചെറിയ താമരയാണ്. താമരയൊക്കെ നോക്കി വലിയ താമരയാണ്, എല്ലാം നല്ല രീതിയിലായി. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ നല്ല വ്യൂ ചെയ്ത് കാണാം. ഒത്തിരി ഗസ്റ്റുകളൊക്കെ വന്ന് നോക്കുകയും അവരൊക്കെ അത്യാവശ്യം പൂവൊക്കെ ചോദിക്കുമ്പോൾ പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പറിക്കലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു പൂവൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് അധികാരപ്പെട്ട അച്ഛനോട് ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയും പൈസ തരാം, പൈസ ഒന്നും വേണ്ട, അപ്പോൾ നമ്മുടെ ഒരു കുരിശടിയുണ്ട്, എന്തെങ്കിലും നിങ്ങൾ അവിടെ ഇട്ടേക്കാൻ പറയും. അങ്ങനെ ഇത് നന്നായിട്ട് ഇത് പോകുന്നുണ്ട്. ഇനി എന്താ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നിറച്ച് പോകായിരിക്കും. ആലപ്പുഴ ചങ്ങനാശ്ശേരി പോകുന്നവർക്ക് എല്ലാവരും ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട, നല്ല ആഴത്തിൽ വളരുന്ന ഒരു ഇതാണ് ഈ താമരയാണിത്. വേരുകൾ അടിയിലാണ്, ചേറിൻ്റെ അടിയിൽ. വേര് പറിക്കണമെങ്കിൽ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു 3/4 അടി താന്നേ അതിൻ്റെ വേര് കിട്ടത്തുള്ളൂ. അങ്ങനെ പറിച്ചുകൊണ്ട് ചിലവരിങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോയാൽ ആ വേര് ഇതല്ല, നല്ലോണം അടിയിൽ നിന്ന് വേര് കുത്തിയെടുത്ത് നല്ല ആഴത്തിൽ എവിടെ വെക്കുന്നോ ആഴത്തിൽ ചേർന്നകത്ത് വേര് നല്ലോണം പൂട്ടി വെച്ചാൽ നല്ല വൃത്തിയായിട്ട് താമര വളരും. ഓക്കെ, അപ്പോൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ച കണ്ടത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ മുമ്പിലേക്ക് അത് ഷെയർ ചെയ്തു. ഞങ്ങളായിരുന്നു ഇതിൻ്റെ തുടക്കം. ഈ താമര അച്ഛൻ ആര്യങ്കല അച്ഛൻ വന്നപ്പം ഞങ്ങളാണ് അതിൻ്റെ തുടക്കം ഇട്ടത്. അത് കഴിഞ്ഞ് വരുന്ന അച്ഛന്മാർ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കുന്ന വെള്ളാനിക്കച്ചനാണ് ഇപ്പം അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ. ഈ സൈഡിൽ കിടന്ന കനാലിലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഇവർ കാണിച്ചു തരുമോ? നമ്മളെ എന്തൊക്കെ ചെയ്യും, എന്ത് ഭംഗിയായിട്ട് ഇപ്പോൾ ഈ ഒരു കനാൽ കണ്ടാ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ മുമ്പിലോട്ട് എത്തിച്ചാണ്. താങ്ക് യു. ആയിക്കോട്ടെ.